So hello and welcome to Anais Academy. Welcome to our daily news analysis. So 12th August 2024 വന്നിട്ടുള്ള ഹിന്ദുവിലുള്ള ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. Moving on to first article. Nuclear threat is spark stock in trade center. GS paper 2 international relations, GS paper 3 internal and external security and GS paper 4 ethics, integrity and public policy. So ഈ ഒരു ന്യൂസിന്റെ കറക്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് റീസെന്റ് ആയിട്ട് പാകിസ്ഥാൻ ആർമി ചീഫ് ഫീൽഡ് മാർഷൽ അസീം മുനീർ US-ലേക്ക് ഒരു വിസിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ബട്ട് US-ന്റെ മണ്ണിൽ നിന്ന് അവർ ഡിക്ലെയർ ചെയ്ത മറ്റൊരു കാര്യമായിരുന്നു പാകിസ്ഥാൻ വുഡ് യൂസ് ഓൾ മീൻസ് അഗെയിൻസ്റ്റ് ഇന്ത്യ ഇഫ് ഇന്ത്യ ബിൽഡ്സ് ഡാംസ് ഓൺ ഇൻഡസ് റിവർ. അപ്പം നമുക്കറിയാം പെഹൽഗാം അറ്റാക്കിന് ശേഷം ഇൻഡസ് വാട്ടർ ട്രീറ്റി നമ്മൾ പിൻവലിച്ചതായിട്ടും അതിനുശേഷം ഇൻഡസ് റിവറിന് കുറുകെ നമ്മളൊരു ഡാം പണിയാൻ പോകുന്നു എന്നൊരു ത്രെറ്റ് നമ്മൾ ഓൾറെഡി പാകിസ്ഥാൻ നൽകിയിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാൻ ടെറർ ആക്ടിവിറ്റീസുകൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അറ്റ് ദ സെയിം ടൈം ഇത്തരത്തിലൊരു ഡാം പണിയുകയാണെന്നുണ്ടെങ്കിൽ അവിടേക്കുള്ള കൃഷി, അതായത് അവിടുത്തെ GDP, പാകിസ്ഥാൻ GDP ഏറ്റവും കൂടുതൽ ഇൻപുട്ട് നൽകുന്നതാണ് അവിടുത്തെ കൃഷി എന്ന് പറയുന്നത്. അതിനെ നല്ല രീതിയിൽ ഡാമേജ് ചെയ്യുന്നതാണ്. അപ്പോൾ പാകിസ്ഥാൻ US-ൽ പോയിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഞങ്ങളുടെ പക്കത്തിലുള്ള എല്ലാ മീൻസ്, ഓൾ മീൻസ് ഇൻക്ലൂഡിങ് ന്യൂക്ലിയർ വെപ്പൺസ് വരെ, ഒരു ന്യൂക്ലിയർ ത്രെറ്റനിങ് ആണ് ഇവിടെ പാകിസ്ഥാൻ ആർമി ചീഫ്സ് ഇന്ത്യക്കെതിരെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് എന്തിനാണ് അഗെയിൻസ്റ്റ് ഇന്ത്യ ഇഫ് ഇന്ത്യ ബിൽഡ്സ് ഡാംസ് ഓൺ ഇൻഡസ് റിവർ. ഇൻഡസ് റിവറിന് കുറുകെ ഒരു ഡാം പണിയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കേണ്ടി വരും ഇന്ത്യക്കെതിരെ എന്നാണ്. Okay, this is described by India's Minister of External Affairs as Pakistan's stock in trade, a repeated tactic of nuclear sabre rattling. Our statements during US trip, Minister's threat, we will wait for India to build dam on Indus. And when so, we will destroy it. അപ്പോൾ പറഞ്ഞ കാര്യം ഇന്ത്യ അത് ബിൽഡ് ചെയ്യുന്നുണ്ടെന്ന കാര്യം ഞങ്ങൾ വെയിറ്റ് ചെയ്യും, അതിനുശേഷം ഞങ്ങൾ തന്നെ അത് ഡിസ്ട്രോയ് ചെയ്യും. പാകിസ്ഥാൻ ആർമി ചീഫ് പറഞ്ഞ കാര്യമാണ്. Was cited as increasing doubts about Pakistan control over its nuclear arsenal and irresponsibility in military political messaging. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കേണ്ടത് വേൾഡ് അറേനയിൽ നിന്ന് നോക്കുന്ന സമയത്ത് പാകിസ്ഥാന്റെ ഒരു ന്യൂക്ലിയർ വെപ്പൺസിന്റെ മുകളിൽ അവരുടെ ഇറസ്പോൺസിബിലിറ്റിയാണ്. അതായത് ഞങ്ങളുടെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട്, ഞങ്ങൾ ഏത് സമയത്തും ഉപയോഗിക്കാം എന്ന് പറഞ്ഞ ത്രറ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാ ലോകരാജ്യങ്ങൾക്കിടയിലുള്ള ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ്. അതുപോലെ തന്നെ ഒരു മിലിറ്ററി ആൻഡ് പൊളിറ്റിക്കൽ ഇറസ്പോൺസിബിലിറ്റി നിറഞ്ഞിരിക്കുന്ന ഒരു മെസ്സേജ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇന്ത്യയുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? Ministry of External Affairs spokesperson Ranveer Jaiswal condemned the sabre rattling as deeply irresponsible, stating the international community can draw its own conclusions on the irresponsibility inherent in such remarks. ഇത്തരത്തിലുള്ള റിമാർക്കുകൾ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി എന്ത് പറയുന്നത് ഞങ്ങൾ അനുസരിക്കാമെന്നാണ് നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് സ്പോക്സ്പേഴ്സൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. India reiterated it would not yield to nuclear blackmail and will take all steps needed to safeguard national security. ദാറ്റ് മീൻസ് ഇന്ത്യ തിരിച്ചു പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ന്യൂക്ലിയർ ത്രെറ്റനിങ് നടത്തിയത് കൊണ്ടൊന്നും ഇന്ത്യ പിന്നോട്ട് മാറില്ല. ഇന്ത്യ എല്ലാ തരത്തിലുള്ള സ്റ്റെപ്സും ഇന്ത്യയും എടുക്കും. എന്തിനു വേണ്ടിയിട്ട്? ടു സേഫ് ഗാർഡ് നാഷണൽ സെക്യൂരിറ്റി. ഇൻഡസ് റിവർ ഡാം പണിയുന്നതിനെ പറ്റില്ല, ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റിനെ സേഫ് ഗാർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സ്റ്റെപ്സും ഇന്ത്യ കൈക്കൊള്ളും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം റീസെന്റ് ആയിട്ടുള്ള പെഹൽഗാം അറ്റാക്കുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ഇൻഡസ് വാട്ടർ ട്രീറ്റി നമുക്ക് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കൺസേൺസ് ഓവർ കമാൻഡ് ഇന്റഗ്രിറ്റി. These public threats have reinforced the long-standing doubts about the integrity and stability of Pakistan nuclear command and military leadership. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റോട് കൂടി നമുക്ക് ഏകദേശം അല്ലെങ്കിൽ വേൾഡിലുള്ള രാജ്യങ്ങൾക്ക് മനസ്സിലായി ദാറ്റ് മീൻസ് എന്താണ് പാകിസ്ഥാന്റെ ന്യൂക്ലിയർ കമാൻഡ്, എങ്ങനെയാണ് പാകിസ്ഥാൻ ന്യൂക്ലിയർ കമാൻഡ്, ആരാണ് അത് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, ന്യൂക്ലിയർ കപ്പാസിറ്റി എങ്ങനെയാണ്, മിലിറ്ററി ലീഡർഷിപ്പ് ആണോ അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എപ്പോഴും ഒരു ഡൗട്ടായിരുന്നു. പാകിസ്ഥാൻ മിലിറ്ററി ആണോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഗവൺമെന്റ് ആണോ കാര്യങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ റീഇൻഫോഴ്സ് ചെയ്ത് വീണ്ടും ഇത് പ്രസ്താവിക്കുകയാണ്. ദാറ്റ് മീൻസ് അവിടെ ഭരിക്കുന്നത് പാകിസ്ഥാൻ മിലിറ്ററി ആണെന്നുള്ളത്. ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ക്രിറ്റിസിസം എന്തൊക്കെയായിരുന്നു? ഇന്റർനാഷണൽ അറേനയിൽ എന്താണ് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ആണെന്നുണ്ടെങ്കിലും എന്താണ് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇന്ത്യൻ ഒഫീഷ്യൽസ് ആൻഡ് ലീഡിംഗ് പൊളിറ്റീഷ്യൻസ് കണ്ടംഡ് ദ റിമാർക്സ് ആസ് പ്രൊവക്കേറ്റീവ് ആൻഡ് അൺഅക്സെപ്റ്റബിൾ. ഇത് ഇന്ത്യനെ പ്രൊവക്കേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. കോൺഗ്രസ് ലീഡർ ജയറാം രമേശ് കോൾഡ് ഇറ്റ്സ് totally unacceptable, linking it to a broader pattern of irresponsible statements. അപ്പോൾ ഇതൊരു ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പുറപ്പെടുവിക്കാൻ പാടില്ലെന്നാണ് ഇൻക്ലൂഡിംഗ് ഓപ്പോസിഷൻ കോൺഗ്രസ് ലീഡറായ ജയറാം രമേശ് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലിങ്കേജ് ടു ഫോറിൻ പോളിസി ആൻഡ് റീജിയണൽ സെക്യൂരിറ്റി. ദ ഇൻസിഡന്റ് ഹൈലൈറ്റഡ് ദ ചലഞ്ച് ഇന്ത്യ ഫേസസ് ഇൻ റീജിയണൽ സെക്യൂരിറ്റി ഡ്യൂ ടു പെർസിസ്റ്റന്റ് ന്യൂക്ലിയർ ത്രെറ്റ്സ് ഫ്രം എ നെയ്ബർ. അപ്പം ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റീജിയണൽ സെക്യൂരിറ്റി ചലഞ്ചസുകളാണ്.
ഇന്ത്യയുടെ നെയ്ബറായ കൺട്രീസ് പോലും ഇന്ത്യക്കെതിരെ ഒരു ന്യൂക്ലിയർ ത്രെറ്റ്സ് കൊണ്ടുവരുന്ന സമയത്ത് ഇന്ത്യ എത്രത്തോളം അൺസെക്യൂർഡ് ആണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ റീജിയണൽ സെക്യൂരിറ്റി എത്രത്തോളം ഡാമേജ് ആണെന്നുള്ള കണ്ടീഷൻസ് ആണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്, ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ആൻഡ് നീഡ് ഫോർ റോബസ്റ്റ് ഡിറ്ററൻസ് ആൻഡ് ഡിപ്ലോമാറ്റിക് എൻഗേജ്മെന്റ്സ്. ഇത്തരം കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റോബസ്റ്റ് ആയിട്ടുള്ള ഡിറ്ററൻസ് പോളിസി, ദാറ്റ് മീൻസ് നമുക്ക് ഇത് ബ്ലോക്ക് ചെയ്യാൻ പറ്റണം, അതുപോലെ തന്നെ ഒരു ഡിപ്ലോമാറ്റിക് എൻഗേജ്മെന്റ് വിത്ത് പാകിസ്ഥാനുമായിട്ട് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇമ്പാക്ട് ഓൺ ഇന്ത്യസ് ഫോറിൻ റിലേഷൻസ്, ഇതെങ്ങനെയാണ് ഇന്ത്യയുടെ ഫോറിൻ റിലേഷൻസിനെ ബാധിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നത് US വെച്ചിട്ടാണ്. Such threats when made on US soil also highlights complexity in India-US Pakistan relationship and the expectation India has from global powers. അതായത് ഇത്തരം സ്റ്റേറ്റ്മെന്റ് ഇവർ നടത്തിയിട്ടുള്ളത് US സോയിൽ, അമേരിക്കയിൽ പോയിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം റീസെന്റ് ആയിട്ട് തന്നെ ഒരുപാട് താരിഫുകൾ ഡൊണാൾഡ് ട്രംപ് നമുക്കെതിരെ നൽകിയ സമയത്ത് തന്നെ ഇന്ത്യ-US ബന്ധം ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഓഫ് കോഴ്സ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവരുടെ മണ്ണിൽ വെച്ച് ഇന്ത്യക്കെതിരെ നടത്തുന്ന സമയത്ത്, ഇന്ത്യയും US ഒരുപാട് കാലത്തെ ബന്ധമുള്ള രാജ്യങ്ങളാണ്, അപ്പോൾ അവിടെ വെച്ച് നടത്തുന്ന സമയത്താണെങ്കിലും ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയാണ് ഇന്ത്യ US ആൻഡ് പാകിസ്ഥാൻ റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് മുന്നേ അറിയാം പാകിസ്ഥാൻ ചൈന ഒരു ഏരിയയിലായിരുന്നു, ഇന്ത്യ US ഒരു ഏരിയയിലായിരുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇന്ത്യ റഷ്യയുമായിട്ട് ട്രേഡ് അഗ്രിമെന്റ് സൈൻ ചെയ്ത സമയത്ത് US എങ്ങനെ അതിനുള്ള റിറ്റാലിയേറ്റ് ചെയ്തു, താരിഫ് ഉൾപ്പെടുത്തിയുള്ള കാര്യങ്ങൾ നമ്മൾ റീസെന്റ് ആയിട്ടുള്ള ന്യൂസുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് വേൾഡ് പവേഴ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഗ്ലോബൽ പവേഴ്സ് ഇന്ത്യനെ എങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു, അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു വേൾഡ് ജിയോ പൊളിറ്റിക്സിന്റെ ചേഞ്ചസ് വരാൻ പോകുന്നു തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു ന്യൂസിൽ നമുക്ക് നോക്കാനുള്ളത്. ഇതിൽ നൽകിയിട്ടുള്ള നെയിംസോ കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമായിട്ടില്ല. ജസ്റ്റ് പാകിസ്ഥാന്റെ ഇറസ്പോൺസിബിൾ ആയ സ്റ്റേറ്റ്മെന്റിനെ പറ്റി മാത്രമാണ് ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ, റിവൈവിംഗ് സിവിക് എൻഗേജ്മെന്റ് ഇൻ ഹെൽത്ത് ഗവേണൻസ്. ഒരു എഡിറ്റോറിയൽ ആർട്ടിക്കിൾ ആണ്. GS Paper 2 Polity and Governance, GS Paper 3 Social Sector and Economy, and GS Paper 4 Ethics, Integrity and Aptitude. സോ ഈ ആർട്ടിക്കിളിന്റെ ഒരു ക്രക്സ് പോയിന്റ് എന്ന് പറയുന്നത് ഹെൽത്ത് ഗവേണൻസ്, ദാറ്റ് മീൻസ് ഡോർ സ്റ്റെപ്പിലേക്ക് നമ്മുടെ ഹെൽത്ത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ തമിഴ്നാട്ടിലെ മക്കളെ തേടി മരുത്തുവം, അതുപോലെ തന്നെ കർണാടകയുടെ ഗൃഹ ആരോഗ്യ സ്കീംസ് തുടങ്ങിയിരിക്കുന്ന സ്കീമുകളുണ്ട്. ദാറ്റ് മീൻസ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻസ് ഒരിക്കലും ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല, അവർക്ക് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് അവരുടെ ഡോർ സ്റ്റെപ്പിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, സോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഹെൽത്ത് ഗവേണൻസ്, ഇതിനാണ് നമ്മൾ ഹെൽത്ത് ഗവേണൻസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ ഹെൽത്ത് ഗവേണൻസിന് സിവിലിയൻസിന് അല്ലെങ്കിൽ സിവിക് എൻഗേജ്മെന്റ് ആളുകളെ എങ്ങനെ ഉൾപ്പെടുത്താം? ആളുകൾ മിയർലി ജസ്റ്റ് എന്താണ് ഒരു പേഷ്യൻസ്, അപ്പൊ ഗവൺമെന്റ് സപ്പോർട്ട് നൽകുന്നു, പേഷ്യൻസ് അത് സ്വീകരിക്കുന്നു. ആളുകളെ പേഷ്യൻസിനെ ഒരു കസ്റ്റമേഴ്സ് മാത്രമായിട്ട് കാണുന്നതിന് പകരമായിട്ട് അവരെയും ഇത്തരം ഹെൽത്ത് ഗവേണൻസിലേക്ക് എൻഗേജ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ആർട്ടിക്കിൾസിൽ പറയുന്നത്. അപ്പം ഇതിൽ നമുക്ക് നോക്കേണ്ട കാര്യം, മക്കളെ തേടി മരുത്തുവം, അതുപോലെ തന്നെ കർണാടക ഗൃഹ ആരോഗ്യ സ്കീംസ് റെപ്രസെന്റ് എ സിഗ്നിഫിക്കന്റ് ഗവൺമെന്റ് പുഷ് ടു ഡെലിവർ ഹെൽത്ത് കെയർ ഫോർ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് NCD ഡയറക്ട്ലി അറ്റ് സിറ്റിസൺസ് ഡോർ സ്റ്റെപ്പ്. അപ്പം ഇത് തമിഴ്നാട് ഗവൺമെന്റിന്റെയും കർണാടക ഗവൺമെന്റിന്റെയും ഓരോ സ്കീമുകളാണ്. ഈ സ്കീം പ്രകാരം നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് NCD ഉള്ള ആളുകൾക്ക് ഡയറക്റ്റ് ആയിട്ട് അവരുടെ ഡോർ സ്റ്റെപ്പിലേക്ക് എന്ത് നൽകുന്നു, ഹെൽത്ത് കെയർ സപ്പോർട്ട് നൽകുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മളൊരു പാലിറ്റീവ് കെയർ ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പോലുള്ള പ്രോഗ്രാമാണ് പറയുന്നത്. സ്കെയിലിംഗ് അപ്പ് അക്രോസ് ഓൾ ഡിസ്ട്രിക്ട്സ് ബൈ ജൂൺ 2025. Okay, similar proactive health programs are being rolled out in other states, marking a shift towards accessibility and preventive care. അപ്പം ഇത്തരത്തിലുള്ള സിമിലർ പ്രോആക്റ്റീവ് ആയിട്ടുള്ള ഹെൽത്ത് പ്രോഗ്രാംസ് എല്ലാ സ്റ്റേറ്റ്സുകളിലേക്കും നമ്മൾ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സോ ഇതിൽ തന്നെ നമുക്കൊരു എക്സാമ്പിൾ പറയാൻ പറ്റും, ഒരു എല്ലാവർക്കും ആക്സസിബിലിറ്റി ആൻഡ് പ്രിവെന്റീവ് കെയർ. ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ ആവശ്യമായിട്ടുള്ള എക്സ്പെൻസ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഗവൺമെന്റിന് ഇത്തരം സ്കീംസ് പ്രകാരം നമ്മുടെ ഡോർ സ്റ്റെപ്സിലാണ് നമുക്ക് ഹെൽത്ത് കെയർ സർവീസുകൾ ലഭിക്കുന്നത്. അപ്പം ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ സിനാരിയോ ആണ് ഗവൺമെന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ഇതിൽ വന്നിരിക്കുന്ന കുറച്ച് ക്രിട്ടിസൈസേഷൻ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ, സെൻട്രൽ ക്വസ്റ്റ്യൻസ് ഓൺ സിറ്റിസൺസ് റോൾസ്. സോ ഇത്തരം പ്രോഗ്രാം ഇറക്കുന്ന സമയത്ത് ഒരു നോർമൽ സിറ്റിസൺസ് അല്ലെങ്കിൽ നോർമൽ സിവിലിയന്റെ ഒരു റോൾ എന്താണ്? Despite reaching people's home with health services, how much can citizens truly engage, influence and participate in health governance at different levels? അപ്പോൾ ഫസ്റ്റ് ചോദ്യം വന്നിട്ടുള്ളത്, ആളുകളിലേക്ക് ഈ ഒരു ഹെൽത്ത് സർവീസ് എത്തുന്നു ഉപരിയായിട്ട് എങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ അകത്ത് സിറ്റിസൺസിനെ എങ്ങനെ എൻഗേജ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് ഈ ഒരു ഹെൽത്ത് ഗവേണൻസിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? ജസ്റ്റ് ഗവൺമെന്റ് സർവീസുകൾ അവരിലേക്ക് എത്തിക്കുന്നതല്ലാതെ എങ്ങനെയാണ് ഇവർ പാർട്ടിസിപ്പേറ്റ്? ഫീഡ്ബാക്ക് സിസ്റ്റം ആവശ്യമായിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിസ്റ്റം ആവശ്യമായിട്ടുണ്ട്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഈ പറഞ്ഞിരിക്കുന്ന കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന പേഷ്യൻസിന്റെ എൻഗേജ്മെന്റ് നമുക്ക് ഇത്തരം പ്രോഗ്രാമിൽ ആവശ്യമായിട്ടുണ്ട്. ഇവിടെ ആദ്യം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സിറ്റിസൺസിന്റെ റോള് എന്താണെന്നാണ്. Okay, the article foregrounds the need for shifting from passive receipt to active participation and influence in health system.
അപ്പം ഈ ഒരു ആർട്ടിക്കിൾസിൽ പറയുന്ന കാര്യം ജസ്റ്റ് ഗവൺമെന്റ് ഹെൽത്ത് കെയർ സർവീസ് ആളുകൾക്ക് എത്തിക്കുന്നു എന്നതിന് പകരമായിട്ട് ഈ ആളുകളെ കൂടി ഈ ഒരു സർവീസിലേക്ക് ഉൾപ്പെടുത്തുക. ദാറ്റ് മീൻസ് എങ്ങനെയൊക്കെയാണ് സർവീസുകൾ നൽകേണ്ടത്, എന്തൊക്കെ സർവീസുകളാണ് നൽകേണ്ടത്, അതുപോലെ തന്നെ സർവീസിന്റെ ഫീഡ്ബാക്കുകൾ തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളിലേക്ക് ഈ സിറ്റിസൺസിനെയും കൂടി ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ജസ്റ്റ് നമ്മളൊരു പ്രോഗ്രാം കൊടുക്കുന്നു, അവർ റിസീവ് ചെയ്യുന്നതിന് പകരമായിട്ട് അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു പോളിസി മേക്ക് ചെയ്യാൻ ശ്രമിക്കുക. സബ്ജക്ട് ടു സിറ്റിസൺസ് എൻഗേജ്മെന്റ്. Health governance, originally a government-led, now includes civil society, hospital association, professional bodies and trade unions. അപ്പോൾ ഇനീഷ്യൽ ഫേസിൽ ഹെൽത്ത് ഗവേണൻസ് എന്ന് പറയുന്നത് ഗവൺമെന്റിന് മാത്രമുള്ള പ്രൊജക്റ്റ് ആയിരുന്നു. അത് ഗവൺമെന്റ് ഒരു ഹെൽത്ത് പ്രോഗ്രാം ഇനീഷ്യേറ്റ് ചെയ്യുന്നു, ആളുകളിലേക്ക് എത്തിക്കുന്നു. അപ്പം ആദ്യമായിട്ട് തുടങ്ങിയ സമയത്തൊക്കെ ഇത് ഗവൺമെന്റ് മാത്രം ഓൺ ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. ബട്ട് അതിനുശേഷം സിവിൽ സൊസൈറ്റിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ മറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് പ്രൊഫഷണൽ ബോഡീസ് ആൻഡ് ട്രേഡ് യൂണിയൻസ് ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ഒരു പാർട്ടായിട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. Okay, public engagement is vital for affirming self-respect, countering epistemic injustice and strengthening democratic values in health decision making. അപ്പോൾ എന്തിനാണ് ഈ പബ്ലിക് എൻഗേജ്മെന്റ്? അപ്പോൾ ഗവൺമെന്റ് പറയുന്നു ഓക്കെ ഞാനൊരു പ്രോഗ്രാം കൊണ്ടുവരുന്നു, നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയുന്നതിന് പകരമായിട്ട് പബ്ലിക്കിനെ കൂടി ഒരു പ്രോഗ്രാമിലേക്ക് എൻഗേജ് ചെയ്യണം, അവരെ കൊണ്ട് ഫീഡ്ബാക്ക് എടുക്കുകയാണ്, അല്ലെങ്കിൽ അവരോട് പറയുകയാണ് നിങ്ങൾക്ക് എന്ത് പ്രോഗ്രാംസ് ആണ് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നൽകുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ പബ്ലിക് എൻഗേജ്മെന്റ്, അതായത് ഒരു സെൽഫ് റെസ്പെക്ട് ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ഹെൽത്ത് ഇൻജസ്റ്റിസ് നമുക്ക് കുറക്കാൻ പറ്റും. ദാറ്റ് മീൻസ് എല്ലാ ആളുകളെയും ഈ ഒരു അംബിയന്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഡിസിഷൻ മേക്കിങ്ങിനും, ഇപ്പൊ നമ്മളൊരു ഗ്രാമത്തിലേക്ക് പോവാണ്, അവിടെ നമ്മൾ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും NCD ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ബിക്കോസ് ചിലപ്പം അവിടെ ആ രോഗം ഉണ്ടായിരിക്കുന്ന ആരും ഉണ്ടായിരിക്കില്ല, അവിടെ മറ്റൊരു രോഗമായിരിക്കും. അപ്പോൾ പബ്ലിക്കിനോട് ചോദിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അവർ പറയില്ല ഇവിടെ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം ഈ ഒരു ഡിസീസിന് ആവശ്യമായുള്ള കാര്യം കൊണ്ടല്ല വരേണ്ടത്, ഇവിടെ മറ്റൊരു രോഗമാണ് ഇവിടെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ ഇതാണ് പബ്ലിക് എൻഗേജ്മെന്റ് ഏറ്റവും ബേസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻക്ലൂസീവ് പാർട്ടിസിപ്പേഷൻ ഹെൽപ്സ് ഇൻ കൗണ്ടർ ഡോമിനൻസ്. അപ്പോൾ പാർട്ടിസിപ്പേഷൻ, അതായത് പബ്ലിക്കിന്റെ പാർട്ടിസിപ്പേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡോമിനൻസിനെ കൗണ്ടർ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഒരു ഗ്രാമത്തിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ടെന്ന് കരുതുക, ഒരു A എന്ന് പറയുന്ന ഹോസ്പിറ്റൽ, അവർ മാത്രമായിരിക്കും ഈ ഒരു പ്രോഗ്രാം നൽകുന്നത്. അപ്പോൾ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ എൻഗേജ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് അവരായിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പബ്ലിക്കിന്റെ പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഡോമിനൻസ് നമുക്ക് കുറക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കറപ്ഷൻസുകൾ കുറക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഗവേണൻസ് അല്ലെങ്കിൽ ഹെൽത്ത് ഗവേണൻസ് നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കും പബ്ലിക് എൻഗേജ്മെന്റ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, സ്ട്രക്ചർ ഫോർ സിവിക് എൻഗേജ്മെന്റ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ സിവിക് എൻഗേജ്മെന്റ്, എങ്ങനെയാണ് ആളുകൾ ഇതിനകത്തേക്ക് എൻഗേജ് ചെയ്യിപ്പിക്കുന്നത്, എങ്ങനെയാണ് മെക്കാനിസംസ് ലൈക്ക് മഹിളാ ആരോഗ്യ സമിതി, വാർഡ് കമ്മിറ്റി ആൻഡ് നോൺ ഗവൺമെന്റ് കളക്റ്റീവ് എക്സിസ്റ്റ് ബട്ട് വാരി ഇൻ ഇംപ്ലിമെന്റേഷൻ ആൻഡ് എഫക്റ്റീവ്നെസ്. അപ്പം ഇത്തരത്തിലുള്ള സിവിലിയൻസിനെ എൻഗേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മഹിളാ ആരോഗ്യ സമിതി, വാർഡ് കമ്മിറ്റി, നോൺ ഗവൺമെന്റ് കളക്റ്റീവ്സ് പോലത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇതിന്റെ ഇംപ്ലിമെന്റേഷൻസും എഫക്റ്റീവ്നെസ്സും വളരെ ലാക്കിംഗ് ആയിട്ട് അല്ലെങ്കിൽ വളരെ കുറച്ച് രീതിയിൽ മാത്രമാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ളൂ. മെനി സ്ട്രഗിൾസ് വിത്ത് പെർസിസ്റ്റന്റ് ചലഞ്ചസ്, ഇറഗുലർ മീറ്റിംഗ്സ്, റിസോഴ്സ് കൺസ്ട്രെയിൻസ്, ലാക്ക് ഓഫ് പവർ ആൻഡ് എൻട്രഞ്ച്ഡ് സോഷ്യൽ ഹൈറാർക്കീസ്. അപ്പോൾ പല ഇത്തരത്തിലുള്ള സമിതികളാണെങ്കിൽ പോലും വാർഡ് കമ്മിറ്റികളാണെങ്കിൽ പോലും അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാറില്ല, ഫീഡ്ബാക്ക് മെക്കാനിസം അവർക്ക് അവൈലബിൾ ആയിട്ടില്ല, റിസോഴ്സുകൾ അവർക്ക് അവൈലബിൾ ആയിട്ടില്ല, അതുപോലെ തന്നെ മോണിറ്ററി റിസോഴ്സസ് അവർക്ക് അവൈലബിൾ ആയി ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് സിവിലിയൻസിനെ എൻഗേജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലെവലിൽ ഇവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആവുന്നില്ല. ഇനി കോർ പ്രോബ്ലം ഇൻ സിസ്റ്റമിക് മൈൻഡ് സെറ്റ്. പോളിസി മേക്കേഴ്സ് ഓഫൺ സീ കമ്മ്യൂണിറ്റീസ് ആസ് പാസീവ് ബെനിഫിഷ്യറീസ്. അപ്പോൾ പോളിസി മേക്കേഴ്സ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ്. അപ്പോൾ ഗവൺമെന്റ് ഒരു പ്രോഗ്രാം ഇറക്കുന്നു, അപ്പോൾ അതാണ് പോളിസി മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് എന്താണ് കാണുന്നത്, കമ്മ്യൂണിറ്റീസിന് ഒരു പാസീവ് ആയിട്ടുള്ള ബെനിഫിഷ്യറി മാത്രമായിട്ട് കാണുന്നത്. അതായത് നമ്മൾ ഗവൺമെന്റ് ഒരു പ്രോഗ്രാം ഇറക്കുന്നു, അത് ആളുകളിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോർമൽ സിറ്റിസൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെനിഫിഷ്യറി മാത്രമാണ്. നമ്മൾ നൽകുന്നു, സാധനങ്ങൾ വാങ്ങുന്നു. ഫോർ എക്സാമ്പിൾ നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അല്ലെ, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നമുക്ക് എല്ലാവർക്കും അറിയാം, റേഷൻ ഷോപ്സ്. അപ്പം അവിടെ ഗവൺമെന്റ് എന്താണ് നൽകുന്നത്, നമ്മൾ അത് പോയി വാങ്ങുന്നു. അതിന് പകരമായിട്ട് നമ്മൾ പറയുന്നു ഓക്കെ ഞങ്ങൾക്ക് ഇതാണ് ആവശ്യമായിട്ടുള്ളത് എന്ന് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റിന് അവൈലബിൾ ആക്കി തരാം. ബട്ട് ഇത്തരത്തിലുള്ള PDF സിസ്റ്റത്തിന് അതാണെങ്കിൽ സിവിക് എൻഗേജ്മെന്റ് ഇല്ല, അവിടെ നമുക്ക് പബ്ലിക് പാർട്ടിസിപ്പേഷൻ അവിടെ കുറവാണ്. ഗവൺമെന്റ് നൽകുന്നു, നമ്മൾ എടുക്കുന്നു, അതാണ്. സോ അതുപോലെ തന്നെ ഇവിടെയും പറഞ്ഞിട്ടുള്ളത് പോളിസി മേക്കേഴ്സ് ഓഫൺ സീ കമ്മ്യൂണിറ്റീസ് ആസ് പാസീവ് ബെനിഫിഷ്യറീസ് റാദർ ദാൻ ആക്റ്റീവ് ഷേപ്പേഴ്സ് ഓഫ് ദ ഹെൽത്ത് സിസ്റ്റം. ജസ്റ്റ് അവരൊരു ബെനിഫിഷ്യറി മാത്രമായിട്ടാണ് കാണുന്നത്, അല്ലാതെ അവരാണ് ആക്ച്വലി ഹെൽത്ത് സിസ്റ്റത്തിന്റെ ഒരു റീഷേപ്പ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇതെങ്ങനെയാണ് നമുക്കത് ഒരു ബെനിഫിറ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് അവരാണ്. ഓക്കെ, സക്സസ് മെട്രിക്സ് ഫേവേഴ്സ് നമ്പർ ഓവർ ട്രൂ എൻഗേജ്മെന്റ് വിത്ത് ലിറ്റിൽ ഗ്രാസ് റൂട്ട് റിഫ്ലക്ഷൻ. അപ്പം ഈ ഹെൽത്ത് ഗവേണൻസിന്റെ അകത്ത് ഒരുപാട് സക്സസ് ഉണ്ടാക്കി എന്നൊക്കെ ഗവൺമെന്റ് പറയുന്നുണ്ടെങ്കിൽ പോലും അവർ നമ്പറിന്റെ ബേസിൽ മാത്രമേ പറയുന്നുള്ളൂ. ദാറ്റ് മീൻസ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള എൻഗേജ്മെന്റ് അവർ കൊണ്ടുവരുന്നില്ല, ആളുകളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഞങ്ങൾ ഇത്രത്തോളം ആളുകൾക്ക് ഹെൽത്ത് സപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നല്ലാതെ അതിനെ വെച്ചിട്ടാണ് ഗവൺമെന്റ് പറയുന്നത് ഓക്കെ ഞങ്ങൾ ഇത്രത്തോളം ഹെൽത്ത് ഗവേണൻസ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നത്.
Community engagement is often limited to achieving program targets, not meaningful influence or partnership. ബാരിയേഴ്സ് ടു എഫക്റ്റീവ് എൻഗേജ്മെന്റ്. സോ എന്തൊക്കെ ബാരിയേഴ്സ് ആണ് നിലവിൽ ഇത്തരത്തിൽ എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ തടയുന്നത്, എന്തൊക്കെ ഹിൻഡ്രൻസ് ആണുള്ളത്? ഫാക്ടേഴ്സ് സച്ച് ആസ് ഇൻഎഡ്യൂക്കേറ്റ് ഫണ്ടിങ്, പ്രോപ്പർ ആയിട്ടുള്ള ഫണ്ടിങ് ലഭിക്കുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ആരോഗ്യ സമിതികളൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള മീറ്റിങ്ങുകളോ കാര്യങ്ങളോ നടത്താത്തതിന്റെ മെയിൻ കാര്യം ഫണ്ടിങ് ലഭിക്കുന്നില്ല. ലാക്ക് ഓഫ് ഇന്റർസെക്ഷണൽ കോർഡിനേഷൻ, അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള കോർഡിനേഷൻസ് ഇവിടെ കുറവാണ്. അക്കൗണ്ടബിലിറ്റി പ്രഷേഴ്സ്, ഒരു സമിതി അല്ലെങ്കിൽ വാർഡ് കമ്മിറ്റി ആണെങ്കിൽ അതിന്റെ അക്കൗണ്ടബിലിറ്റി ആരാണ് അതിന്റെ ഫീഡ്ബാക്ക് മെക്കാനിസം നോക്കുന്നത്? റെഗുലേറ്ററി ക്യാപ്ചർ ബൈ വെസ്റ്റഡ് മെഡിക്കൽ ഇൻട്രസ്റ്റ്. ദാറ്റ് മീൻസ് ഇതിന്റെ കംപ്ലീറ്റ്ലി റെഗുലേഷൻ ആരെടുക്കും? ഒരു പ്രോപ്പറായിട്ട് വലിയൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ വരികയാണ്, അവർ പറയുന്നത് ഞങ്ങൾ കൊടുക്കാം ഈ ഒരു ഹെൽത്ത് ഗവേണൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വന്ന് നമ്മളുടെ ഡാറ്റാസ് മൊത്തം കളക്ട് ചെയ്യുന്നു. ആർക്കൊക്കെ എന്തൊക്കെ രോഗങ്ങളുണ്ടെന്ന് ഡാറ്റാസ് കളക്ട് ചെയ്യുന്നു, അവർ അതിനനുസരിച്ചുള്ള മരുന്നുകൾ മാത്രം അവിടെ സപ്ലൈ ചെയ്യുന്നു, നമ്മളത് വാങ്ങാൻ ശ്രമിക്കുന്നു. ഓക്കെ, ആൻഡ് എക്സിസ്റ്റിംഗ് പവർ ഇംബാലൻസ് ഹിൻഡർ ദ പ്രോസസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എഫക്റ്റീവായിട്ട് ഇത് എൻഗേജ്മെന്റ് കൊണ്ടുവരുന്നതിന് നമ്മളെ തടയുന്ന കുറച്ച് കാര്യങ്ങൾ. Absence of inclusive channels pushes citizens towards protest and extra systemic actions. അതായത് ഒരു ഇൻക്ലൂസീവ് ചാനൽ, ദാറ്റ് മീൻസ് ഇതെങ്ങനെ കൊണ്ടുപോകണം, ഇതെങ്ങനെയാണ് ഇതിന്റെ ഫീഡ്ബാക്ക് മെക്കാനിസം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്കിത് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ പബ്ലിക് പാർട്ടിസിപ്പേഷൻസിൽ ഒരുപാട് ഗ്യാപ്പുകളാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. Need for paradigm shift. A fundamental shift is required. Citizens must be treated as partners, not mere targets. അപ്പൊ ഇതിൽ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ ഷിഫ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. എന്താണ്? സിറ്റിസൺസിനെ ജസ്റ്റ് ഒരു ബെനിഫിഷ്യറീസ് മാത്രമായിട്ട് കാണരുത്, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ആയിട്ട് മാത്രം കാണരുത്, ഒരു ടാർഗറ്റ് മാത്രമായിട്ട് കാണരുത്. അവരും കൂടി ഇതിന്റെ പാർട്ട്നേഴ്സ് ആണ്. ബിക്കോസ് നമ്മൾ നൽകുന്ന ടാക്സിന് നമ്മൾക്ക് പരിപാടി നൽകുന്നു, അപ്പം നമ്മളും കൂടി ഇതിന്റെ പാർട്ട്നേഴ്സ് ആണ്. Participation should involve genuine two-way communication, dissemination of program information and special effort to include marginalized and vulnerable groups. അപ്പോൾ പാർട്ടിസിപ്പേഷൻ എങ്ങനെ കൊണ്ടുപോകാം? ഇപ്പൊ ടു-വേ കമ്മ്യൂണിക്കേഷൻ, ആളുകളുമായിട്ട് സംസാരിക്കുന്നു, ഗവൺമെന്റ് ജനങ്ങളോട് സംസാരിക്കുന്നു, അതുപോലെ തന്നെ പ്രോഗ്രാംസിന് ഇൻഫർമേഷൻസ് ആളുകളിൽ എല്ലാവരിലേക്ക് എത്തിക്കുന്നു, എങ്ങനെയൊക്കെയാണ് പ്രോഗ്രാംസ് മുന്നോട്ട് പോകുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ ഫണ്ടിങ്, എത്രത്തോളം ആളുകൾ വരുന്നു തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ കൂടുതലും ഉൾപ്പെടുത്തേണ്ടത് മാർജിനലൈസ് ചെയ്യപ്പെട്ടതോ അല്ലെങ്കിൽ വൾണറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ്സ്, ദാറ്റ് മീൻസ് ചിൽഡ്രൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലാക്ടേറ്റിംഗ് മദേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വുമൻസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ആളുകൾ വൾണറബിൾ ഗ്രൂപ്പ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക. റെക്കമെൻഡേഷൻ ഫോർ മീനിങ്ഫുൾ എൻഗേജ്മെന്റ്. അപ്പൊ നമുക്ക് ആസ് എ വേ ഫോർവേഡ്, നമുക്ക് സിവിൽ സർവീസിൽ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു വേ ഫോർവേഡ്, എന്താണ് നിങ്ങളുടെ തീരുമാനം? ഇവിടെ വേ ഫോർവേഡ് ആയിട്ട് പറയുന്ന കാര്യം റെക്കമെൻഡേഷൻ ഫോർ മീനിങ്ഫുൾ എൻഗേജ്മെന്റ്, എനേബിൾ ഇൻഡിപെൻഡന്റ് ഓഡിറ്റ് ഓഫ് പ്രോസസ്. അപ്പൊ പ്രോപ്പർ ആയിട്ട് ഈ ഒരു പ്രോഗ്രാംസ് എങ്ങനെ പോകുന്നതിനെ ഓഡിറ്റ് ചെയ്യുക, ട്രാൻസ്പെറന്റ് ഫീഡ്ബാക്ക് സിസ്റ്റംസ് കൊണ്ടുവരിക, ദെൻ റെസ്പോൺസിബിൾ കംപ്ലൈന്റ് മെക്കാനിസം. ദാറ്റ് മീൻസ് നമ്മളൊരു കംപ്ലൈന്റ് നൽകുന്നു, ഇതുമായി ബന്ധപ്പെട്ട് കംപ്ലൈന്റ് നൽകി കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ നമുക്ക് റിസോൾവ് ചെയ്യുന്ന ലെവലിൽ റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് മെക്കാനിസം വേണം. ഡിസൈൻ ഹെൽത്ത് ഇനീഷ്യേറ്റീവ്സ് വിത്ത് ആക്റ്റീവ് ഇൻപുട്ട് ഫ്രം ദ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആൻഡ് ലോക്കൽ ലീഡേഴ്സ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രാമത്തിലേക്ക് പോകുന്നു, അവിടെ നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന പ്രോഗ്രാമുമായിട്ടല്ല മുന്നോട്ട് പോകേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഗ്രാമത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എന്താണോ അവൈലബിലിറ്റി അല്ലെങ്കിൽ എന്താണോ അവിടുത്തെ ആവശ്യം അതിനനുസരിച്ചിട്ട് മാത്രം നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. അതായത് ഒരു ആക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെയും അതുപോലെ തന്നെ ലോക്കൽ ലീഡേഴ്സിന്റെയും ഇൻപുട്ട് ആവശ്യമായിട്ടുണ്ട്. അവരുടെ നാടിനെ പറ്റി അവർക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. Okay, empower ward committees and local civic bodies to exercise real decision-making power over resource allocation program design. അപ്പോൾ പ്രോപ്പർ ആയിട്ട് പ്രോഗ്രാം ഡിസൈൻ സമയത്ത് അവരെയും കൂടി ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യുക. ദാറ്റ് മീൻസ് ഒരു പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഹെൽത്ത് മെക്കാനിസത്തിന്റെ അകത്ത് എന്താണ് പറയുന്നത്? ഹെൽത്ത് ഗവേണൻസിൽ പബ്ലിക് പാർട്ടിസിപ്പേഷൻ ആവശ്യമായിട്ടുണ്ട്. അതാണ് ഈ ഒരു ആർട്ടിക്കിൾസിന്റെ ഏറ്റവും ക്രക്സ് പോയിന്റ് എന്ന് പറയുന്നത്. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ, എ കോർട്ട് റൂളിംഗ് വിത്ത് നോ റൂം ഫോർ ജെൻഡർ ജസ്റ്റിസ്. അപ്പൊ റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കോൺട്രവേഴ്സിയാണ് സുപ്രീം കോർട്ട് സസ്പെൻഷൻ ഓഫ് അറസ്റ്റ് അണ്ടർ സെക്ഷൻ 498A IPC, GS Paper 2 പൊളിറ്റിക്കൽ ഗവേണൻസ് ആൻഡ് GS Paper 3 ഇന്റേണൽ സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്. ഓക്കെ, ഈ ആർട്ടിക്കിൾസിൽ പറയുന്ന റീസെന്റ് ആയിട്ട് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ശിവാംഗി ബൻസാൽ വേഴ്സസ് സഹിൽ ബൻസാൽ ജൂലൈയിൽ വന്നിരിക്കുന്ന ഒരു വെർഡിക്റ്റ് ആണ്. ദാറ്റ് മീൻസ് effectively suspended arrest or coercive action under section 419A anti cruelty to women law, now section 85 of ഭാരതീയ ന്യായ സംഹിത. അപ്പം BNS നമ്മൾ IPC സെക്ഷൻ മാറിയതാണ്. BNS ഭാരതീയ ന്യായ സംഹിതയിലെ 85 സെക്ഷൻ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ IPCയിൽ 498A എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻസ് എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ക്രൂവാലിറ്റി അഗെയിൻസ്റ്റ് വുമൺ, ആന്റി ക്രൂവാലിറ്റി ടു വുമൺ ലോ. അതാണ് ഈ ഒരു IPC സെക്ഷൻ പറയുന്നത്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ മാരേജിന് ശേഷം ഡൊമസ്റ്റിക് വയലൻസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ജാമ്യം അനുവദിക്കാം. ഇതായിരുന്നു സുപ്രീം കോടതി നൽകിയത്. അതായത് ഇനീഷ്യൽ ഫേസിൽ ക്രൂവാലിറ്റി ദാറ്റ് മീൻസ് ഡൊമസ്റ്റിക് വയലൻസോ അല്ലെങ്കിൽ മാരേജിന് ശേഷം എന്തെങ്കിലും ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്താണ് ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്യാം. അങ്ങനത്തെ പ്രൊവിഷൻസ് ഒക്കെ ഈ 498A IPC പ്രകാരം ഉണ്ടായിരുന്നു. ബട്ട് സുപ്രീം കോടതി റീസെന്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്തു. സുപ്രീം കോടതി പറഞ്ഞു
അപ്പോൾ മാരേജിന് ശേഷം ഒരു ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ആവശ്യമായിട്ടുള്ള, അതുപോലെ തന്നെ കോഴ്സീവ് ആക്ഷൻ ആവശ്യമായിട്ടുള്ള, ദാറ്റ് മീൻസ് ഇതിന് ക്രിട്ടിസൈസേഷൻ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡൊമസ്റ്റിക് വയലൻസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടാണെങ്കിൽ പോലും പ്രോപ്പർ ആയിട്ടുള്ള ആക്ഷൻസ് പോലീസ് എടുക്കുന്നില്ല എന്നാണ്. അപ്പോൾ സുപ്രീം കോടതി സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആരും അറസ്റ്റ് ചെയ്യേണ്ട. ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടാക്കിയതിന് ശേഷം ഒരു ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫോൾസ് കേസുകൾ ഫയൽ ചെയ്യപ്പെടുന്നുണ്ട്. ഡൊമസ്റ്റിക് വയലൻസ് ആണ് എന്ന് പറഞ്ഞ് ഒരുപാട് ഫോൾസ് കേസുകൾ ഫയൽ ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ ഡൈവോഴ്സ് ആവശ്യപ്പെടുന്നു, അതുപോലെ തന്നെ അവർക്ക് ജീവനാംശം ഒക്കെ ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് ഫോൾസ് കേസുകൾ ഒരുപാട് വരുന്നത് കൊണ്ട് തന്നെ അറസ്റ്റ് നമ്മൾ ഉടനെ തന്നെ രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇതാണ് വെൻ ദ കംപ്ലൈന്റ് പെർട്ടൈൻസ് ടു ക്രുവാലിറ്റി വിത്തിൻ ദ മാരേജ്. അതായത് വിത്തിൻ ദ മാരേജ് ആണ് ഈ ഒരു ക്രുവാലിറ്റി, വുമൻസിനെതിരെ ക്രുവാലിറ്റി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യാം, അല്ലെങ്കിൽ അറസ്റ്റ് നമുക്ക് നൽകേണ്ട ആവശ്യമില്ല. ദിസ് സസ്പെൻഷൻ അപ്ലൈസ് ഈവൻ വെൻ ദർ ഈസ് ഓവർവെൽമിംഗ് എവിഡൻസ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് അൺലെസ് അറ്റ്ലീസ്റ്റ് 2 months ഹാവ് പാസ്ഡ് സിൻസ് ദ കംപ്ലൈന്റ് വാസ് ഫൈൽഡ്. ദാറ്റ് മീൻസ് ഈ ഒരു സസ്പെൻഷൻ നൽകുന്ന വെച്ചാൽ ഇവൻ തോ നല്ല രീതിയിലുള്ള നമുക്ക് എവിഡൻസ് ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യേണ്ട, അറസ്റ്റ് ചെയ്യേണ്ട എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇംപ്ലിക്കേഷൻ ഫോർ ജെൻഡർ ജസ്റ്റിസ് such as dangerous precedent that may encourage impunity for domestic violence and reduce policy urgency in investigating complaints, especially those involving harassment and torture. അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന ഇഷ്യൂസ് എന്താണ്, നമ്മളെ ജെൻഡർ ജസ്റ്റിസിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഇഷ്യൂസുകൾ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് വയലൻസ് നടന്നതിന് ശേഷം അല്ലെങ്കിൽ അതിനെ എൻകറേജ് ചെയ്യാണ്. ഇപ്പോൾ സുപ്രീം കോടതി ഇൻഡയറക്ട്ലി എൻകറേജ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഡൊമസ്റ്റിക് വയലൻസ് ചെയ്തോളൂ, നിങ്ങൾ അറസ്റ്റ് ചെയ്യില്ല എന്ന് ഇൻഡയറക്ട്ലി എൻകറേജ് ചെയ്യാണ്. അതുപോലെ തന്നെ പോലീസ് അർജൻസി, ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടായാൽ പോലും പെട്ടെന്ന് അവിടെ പോലീസ് എത്താൻ നിർബന്ധമില്ല, പെട്ടെന്ന് കംപ്ലയിൻസുകൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങൾ ഹറാസ്മെന്റ് ആൻഡ് ടോർച്ചർ തുടർന്നോളൂ, കുഴപ്പമില്ല എന്നൊരു കണ്ടീഷനാണ് പറഞ്ഞത്. The ruling legitimizes inaction by police and delay in the justice system. That means ഈ റൂളിംഗ് കൊണ്ട് എന്താ നടക്കാൻ പോകുന്നത്, പോലീസിൽ നമ്മൾ കംപ്ലൈന്റ് കൊടുക്കുകയാണ്, ഒരു ഡൊമസ്റ്റിക് വയലൻസ് നമ്മൾ കംപ്ലൈന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ചിലപ്പോൾ പോലീസ് കേസ് ഫയൽ ചെയ്യില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന വിക്ടിമിന് ജസ്റ്റിസ് ചിലപ്പോൾ നൽകാൻ സാധ്യത ഉണ്ടായിരിക്കില്ല. ഡിസ്പ്രപ്പോർഷൻ എഫക്റ്റിംഗ് വൾണറബിൾ വുമൺ സീക്കിംഗ് പ്രൊട്ടക്ഷൻ ഫ്രം അബ്യൂസ്. അപ്പോൾ ഇത് ആരെയാണ് എഫക്ട് ചെയ്യുന്നത്? ഇത്തരത്തിൽ അബ്യൂസ് നേരിടുന്ന മാരേജ് കഴിഞ്ഞിട്ടുള്ള വുമൻസിനാണ് ഇഷ്യൂസ് അധികം. ബിക്കോസ് അവർ കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ കേസ് എടുക്കുന്നില്ല, ആൾ അറസ്റ്റ് ചെയ്യുന്നില്ല. ക്രിമിനൽ ലോ ആൻഡ് ലെജിസ്ലേറ്റീവ് റേഷണൽ സെക്ഷൻ 498A was enacted to curb cruelty and harassment against women including dowry, deaths and torture within marriage. അപ്പോൾ ഈ 498A എന്ന് പറഞ്ഞ IPC സെക്ഷൻ ആഡ് ചെയ്തിട്ടുള്ളത് വുമൻസിനെതിരെയുള്ള ഹറാസ്മെന്റ് കുറക്കുന്നതിന് വേണ്ടിയിട്ടും ഡൗറി ഡെത്ത് കുറക്കുന്നതിന് വേണ്ടിയിട്ട് വിത്തിൻ മാരേജിനകത്തുള്ള ഹറാസ്മെന്റോ അല്ലെങ്കിൽ ഡൗറി ഡെത്ത് ഒക്കെ കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു IPC സെക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. Laws such as Dowry Prohibition Act and amendments to IPC highlight the critical need to protect women from all forms of intramarital cruelty. അപ്പോൾ നമുക്ക് ഇതിന് പുറമെ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഉണ്ട്, അതുപോലെ തന്നെ IPC സെക്ഷനിലാണെങ്കിലും ഒരുപാട് സെക്ഷൻ, ഇപ്പോൾ ഒരു സെക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത് 498A എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത്തരത്തിലുള്ള ഇൻട്രാമാരിറ്റൽ, അത് മാരേജിന് ശേഷമുള്ള ക്രുവാലിറ്റിനെ പ്രൊഹിബിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് വുമൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമമാണ് ഇപ്പം റീസെന്റ് ആയിട്ട് സുപ്രീം കോടതി അതിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ചില്ലിംഗ് എഫക്ട് ഓൺ വിക്ടിംസ് ആൻഡ് കംപ്ലയിൻസ്. അപ്പോൾ ഇത് ആരെയാണ് എഫക്ട് ചെയ്യുന്നത്, ആരെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ the judgment discourages victims from approaching the police and filing complaints due to risk of inactivity and delayed investigation, diminished safety. അപ്പം ഈ ഒരു ജഡ്ജ്മെന്റിലൂടെ വിക്ടിംസിന്, ദാറ്റ് മീൻസ് ബാധിക്കപ്പെട്ട ആരാണോ അവരെ ഡിസ്കറേജ് ചെയ്യണം. ദാറ്റ് മീൻസ് ഓൾറെഡി ഇങ്ങനെ ബാധിക്കപ്പെട്ട ആൾ പോയി കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അറസ്റ്റ് ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ അറസ്റ്റ് നടന്നില്ല എന്നുണ്ടെങ്കിൽ വിക്ടിംസ് പോയി പറയില്ല. ബിക്കോസ് എന്താണ്, ഇനി പോലീസിൽ കംപ്ലൈന്റ് ചെയ്ത് പോലീസ് ഈ കംപ്ലൈന്റ് ഫയൽ ചെയ്തില്ല അല്ലെങ്കിൽ ഇൻആക്റ്റീവായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും ഡൊമസ്റ്റിക് വയലൻസ് കൂടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ഈ വിക്ടിംസ് പലപ്പോഴും പോലീസിലേക്ക് പോകാൻ മടിക്കും, ഓൾറെഡി ഈ ഒരു ജഡ്ജ്മെന്റ് വന്നതുകൊണ്ട്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഡിലേ ആവാം, അല്ലെങ്കിൽ സേഫ്റ്റി കംപ്ലീറ്റ്ലി ഡിമിനിഷ് ചെയ്ത് പോകാം, ചിലപ്പോൾ വീണ്ടും അവരുടെ ഡെത്തിലേക്ക് വരെ പോകാൻ സാധ്യത ഉണ്ടായിരിക്കും. Women may face added trauma and risk as their complaints are sidelined for months, undermining their trust in the legal system. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് വിക്ടിം ആരാണോ അവർ ട്രോമ ഫേസ് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് അവർ കംപ്ലൈന്റ് കൊടുക്കുന്നു, കംപ്ലൈന്റ് ആരും നോക്കുന്നില്ല, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നില്ല, പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല, ഓട്ടോമാറ്റിക്കലി അവർക്ക് നമ്മുടെ ലീഗൽ സിസ്റ്റത്തിന്റെ മുകളിലുള്ള ട്രസ്റ്റ് കുറയാൻ സാധ്യത കൂടുതലായിരിക്കും, അല്ലേ? ദെൻ നറേറ്റീവ് ഓഫ് മിസ്യൂസ്. അപ്പോൾ ഈ വെർഡിക്റ്റ് വരുന്നതിന് മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലോ വെച്ച് മിസ്യൂസ് ചെയ്യപ്പെടുന്നു. ആരാണ് മിസ്യൂസ് ചെയ്യുന്നത്? വുമൺ കൗണ്ടർ പാർട്സ് ഈ ഒരു ലോ വെച്ചിട്ട് മിസ്യൂസ് ചെയ്യപ്പെടുന്നു. അതായത് എനിക്ക് ഡൊമസ്റ്റിക് വയലൻസ് ആണ്, ഞാൻ ഡൈവോഴ്സ് ചെയ്യാണ്, എനിക്ക് ജീവനാംശം ആവശ്യമായിട്ടുണ്ടെന്നുള്ള പലതരത്തിലുള്ള കേസുകളും കോടതിയിൽ വരുന്നത് കൊണ്ടാണ് കോടതി ഇത്തരത്തിലുള്ളൊരു വെർഡിക്റ്റ്, അല്ലെങ്കിൽ സുപ്രീം കോടതി ഇത്തരത്തിലുള്ള വെർഡിക്റ്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദ വെർഡിക്റ്റ് ബിൽഡ് ഓൺ മിസ്യൂസ് ആർഗ്യുമെന്റ് കോമൺലി സീൻ ഇൻ പബ്ലിക് ഡിസ്ക്ലോഷർ ആസ് ആൻഡ് പ്രയർ കേസ് ലോസ്
ട്രീറ്റിംഗ് റിപ്പോർട്ട്സ് ഓഫ് ക്രൂവാലിറ്റി ആസ് പൊട്ടൻഷ്യലി ഫോൾസ് ഓർ എക്സാജറേറ്റഡ്. ദാറ്റ് മീൻസ് പലപ്പോഴും ഇത്തരത്തിലുള്ള എന്താണ് കേസുകൾ, ദാറ്റ് മീൻസ് എന്നെ അബ്യൂസ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ എന്നെ ഹരാസ് ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്ന പല കേസുകളാണെങ്കിൽ പോലും അത് ഫോൾസ് കേസുകളായിരിക്കാം, അല്ലെങ്കിൽ വളരെ എക്സാജറേറ്റ് ചെയ്തിരിക്കുന്ന കേസുകളായിരിക്കാം. അതുകൊണ്ട് ഇത് മിസ്യൂസ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ് അറസ്റ്റ് വേണ്ട എന്നുള്ള കേസ് വന്നത്. അതായത് ആ സെക്ഷൻസ് ഒഴിവാക്കിയിട്ടില്ല, ബട്ട് ഇമ്മീഡിയറ്റ് അറസ്റ്റ് ആവശ്യമായിട്ടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ജുഡീഷ്യൽ പ്രൊണൗൺസ്മെന്റ് എംഫസൈസസ് ഡാറ്റ ഓൺ അലിജ്ഡ് മിസ്യൂസ് ബട്ട് ഇഗ്നോർ ദാറ്റ് റിയൽ മിസ്യൂസ് ഈസ് മൈനോറിറ്റി ഓഫ് കേസസ്. അപ്പോൾ ഇൻ ആക്ച്വൽ കണ്ടീഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിസ്യൂസ് നടക്കുന്നത് വളരെ മൈനോറിറ്റി കേസുകൾ മാത്രമല്ല. ടോട്ടൽ കേസുകളിലെ 18% കേസുകളിൽ മാത്രമാണ്, ഒഫീഷ്യൽ ഡാറ്റ പ്രകാരം 18% കേസുകളിൽ മാത്രമാണ് ഇത്തരം മിസ്യൂസ്, അതായത് വുമൺസ് ഈ ഒരു കേസിന് അല്ലെങ്കിൽ ഈ ഒരു ലോ വെച്ചിട്ട് അവർ മിസ്യൂസ് ചെയ്യുന്നു ഈ നിയമത്തിന്. ബട്ട് മെജോറിറ്റി ഓഫ് കേസസ് റിമെയിൻ ജെനുവിൻ. ബാക്കി വരുന്ന അത്രയും പെർസെൻറ്റേജ് കേസുകൾ ജെനുവിൻ ആണ്, അത് അണ്ടർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി സർവേ ഫൈൻഡിങ്സ് നോക്കുകയാണെങ്കിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആൻഡ് ഫാമിലി ഹെൽത്ത് സർവേ, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ഡാറ്റ പോയിന്റ് to more than 1 lakh cases yearly, but most domestic violence cases are never reported or pursued to conviction. അപ്പോൾ NCRB നിങ്ങൾ ആസ് എ പ്രിലിംസ് നോട്ടിൽ നിങ്ങൾ എഴുതിക്കോളൂ. NCRB നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ വേണമെങ്കിൽ ന്യൂസ് ഓഫ് ദ ഡേ ആയിട്ട് നിങ്ങൾ നോട്ടിൽ എഴുതി വെച്ചോളൂ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പ്രകാരം അതുപോലെ തന്നെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പ്രകാരവും ഏകദേശം മോർ ദൻ 1 lakh കേസസ് ഇയർലി 1 ലക്ഷത്തിൽ മേലെ കേസുകളാണ് ഡൊമസ്റ്റിക് വയലൻസുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഓൺലി ഫ്രാക്ഷൻ ഓഫ് വുമൺ എക്സ്പീരിയൻസിംഗ് ക്രൂവാലിറ്റി ഓഫ് ഹസ്ബൻഡ്സ് ഇൻ ലോസ് husbands in law and receiving justice with a legal burden of proof placed disproportionately on victims. അപ്പോൾ വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു ക്രൂവാലിറ്റി ഫേസ് ചെയ്യുന്നുള്ളൂ. റെക്കോർഡ്സ് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രം ക്രൂവാലിറ്റി ഫേസ് ചെയ്യുന്നുള്ള പല കേസുകളും എന്താണ് ഫോൾസ് കേസുകളാണ്. ഇനി ഫാമിലി ലോ വേഴ്സസ് ക്രിമിനൽ ലോ പെർസ്പെക്റ്റീവ്. ഇപ്പൊ നമുക്ക് ഈ ക്രിമിനൽ ലോ അല്ലെങ്കിൽ ലീഗൽ സിസ്റ്റത്തിന് പുറമേ ആയിട്ട് നമുക്കൊരു ഫാമിലി ലോ ഉണ്ട്. എന്താണ് ഫാമിലി ലോ? പലപ്പോഴും ഇത്തരത്തിൽ ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു മീഡിയേഷൻ, റീകൺസിലിയേഷൻ ആണ് നടക്കാറുള്ളത് അല്ലെ. ഫാമിലി മെമ്പേഴ്സ്, ഇപ്പം വുമൺ കൗണ്ടർ പാർട്ടിന്റെ ഭാഗത്ത് നിന്ന് ഫാമിലി മെമ്പേഴ്സ് വരും, അല്ലെങ്കിൽ മെയിൽ കൗണ്ടർ പാർട്ടിന്റെ ഭാഗത്ത് നിന്ന് ഫാമിലി മെമ്പേഴ്സ് വരും, സംസാരിക്കും, ഓക്കെ കുഴപ്പമൊന്നുമില്ല, ഇനി പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് തിരിച്ച് വീട്ടിലേക്ക് തന്നെ അയക്കും അല്ലെ. വീണ്ടും അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ മീഡിയേഷൻ റീകൺസിലിയേഷൻസ് ആർ എൻകറേജ്ഡ് ഇൻ ഫാമിലി ഡിസ്പ്യൂട്ട്സ്. അപ്പൊ ഫാമിലി ഇത്ര എന്തെങ്കിലും ഇഷ്യൂ ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ എന്താണ് റെസ്പെക്ട് അല്ലെങ്കിൽ അവരുടെ ഒരു കുടുംബത്തിനെ റെസ്പെക്ട് കളയാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അവർ പലപ്പോഴും അത് മീഡിയേറ്റ് ചെയ്ത് ലീഗൽ കേസ് കൊടുക്കാതെയൊക്കെ മീഡിയേറ്റ് ചെയ്ത് റീകൺസിലിയേറ്റ് ചെയ്ത് എന്ത് ചെയ്യും, ഫാമിലി ഡിസ്പ്യൂട്ട്സ് ഫാമിലി മെമ്പേഴ്സിനെ തീർക്കാൻ ശ്രമിക്കാറ് പലപ്പോഴും. ബട്ട് ക്രിമിനൽ പ്രൊസീഡിംഗ്സ് ആർ വൈറ്റൽ ഇൻ സിവിയർ കേസസ് ഓഫ് വയലൻസ്. പലപ്പോഴും ഇത് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല, അണ്ടർ റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ പലപ്പോഴും പല കേസുകളിലാണെന്നുണ്ടെങ്കിൽ ക്രിമിനൽ പ്രൊസീഡിംഗ്സ് ആവശ്യമായിട്ടുണ്ട്, കേസ് ഫയൽ ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ഡൗറി ഡെത്തുകളൊക്കെ നമ്മൾ കേരളത്തിലാണെന്നുണ്ടെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലും കാണപ്പെടുന്നത്. The ruling blurs boundaries limiting criminal justice interventions for domestic violence and prioritizing non-criminal settlement even in serious cases. അപ്പോൾ ഈ ഒരു റൂളിംഗ് ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യാണ്. എന്താണ് പറഞ്ഞത്? ഇത്തരത്തിലുള്ള ക്രിമിനൽ ജസ്റ്റിസ് അല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റീസിന്റെ അകത്തേക്ക് ഗവൺമെന്റിന് ഉൾപ്പെടാൻ പറ്റില്ല, അല്ലെങ്കിൽ പോലീസിങ്ങിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഡൊമസ്റ്റിക് വയലൻസ് കണ്ടിന്യൂ ചെയ്ത് പൊക്കോട്ടെ. പിന്നെ ഒരു നോൺ ക്രിമിനൽ സെറ്റിൽമെന്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവൻ ഒരു സീരിയസ് കേസ് ആണെങ്കിൽ പോലും, ഒരു ക്രിമിനൽ കേസ് ആണെങ്കിൽ പോലും അതെന്താണ് ചെയ്യപ്പെടുന്നത്? ജസ്റ്റ് ഒരു മീഡിയേഷൻ റീകൺസിലേഷൻ ആവശ്യമായി ബന്ധപ്പെട്ടിട്ട് അതങ്ങനെ കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യപ്പെടുന്നത് അല്ലേ. ഒരിക്കലും അതൊരു കേസ് ആയിട്ട് ഫയൽ ചെയ്യപ്പെടുന്നില്ല. ഇനി പോളിസി ആൻഡ് ലീഗൽ റിസ്ക്. റെഡ്യൂസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കോമ്പീറ്റൻസ് ടു അസസ് ഓവറോൾ മിസ്യൂസ് കുഡ് അണ്ടർമൈൻ ലെജിസ്ലേറ്റീവ് objectives and criminal justice policy mean to protect women. The suspension may encourage under-reporting and empower abusers amidst ongoing social and institutional challenges. അപ്പം ഈ ഒരു സസ്പെൻഷൻ എന്താ സംഭവിക്കുന്നത്? ഈ അബ്യൂസ് ചെയ്യുന്ന ആളുകളെ വീണ്ടും എൻകറേജ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ അബ്യൂസ് ചെയ്ത് തുടങ്ങിക്കോളൂ, ഞങ്ങൾ അറസ്റ്റ് ചെയ്യില്ല എന്നൊരു കണ്ടീഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ. ലാൻഡ്മാർക്ക് സ്റ്റഡി ഓഫേഴ്സ് ന്യൂ ഇൻസൈറ്റ്സ് ഇൻ ടു വാട്ട് പ്രൊട്ടക്ട്സ് അഗെയിൻസ്റ്റ് ഡെങ്കു. റീസെന്റ് ആയിട്ട് ഒരു സ്റ്റഡി ഡെങ്കു ഫീവർ, ഡെങ്കിപ്പനിയുടെ ഇമ്മ്യൂണിറ്റി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് പറയുന്നത്. GSF 2 and 3 ഹെൽത്ത് ആൻഡ് ഡിസീസ്, സയൻസ് ആൻഡ് ടെക്നോളജി, പോളിസി മേക്കിംഗ് ആൻഡ് ഗവേണൻസ്. A major study revealed how specific immune components, especially ED-like antibodies, protects against dengue virus infection, progression to severe disease. അപ്പോൾ റീസെന്റ് ആയിട്ടുള്ള സ്റ്റഡീസ് നടന്ന സമയത്ത് ED ബോഡീസ്, ഓക്കെ, നമ്മളെ ശരീരത്തിൽ ആന്റിബോഡീസ് ആണ് ഏത് രോഗത്തിനെയും പ്രതിരോധിക്കുന്നത്. ഓക്കെ, ഈ ED-like ആന്റിബോഡീസ് നമ്മുടെ ഡെങ്കു ഫീവർ അല്ലെങ്കിൽ ഡെങ്കിപ്പനിക്കെതിരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ അതിന്റെ പ്രോഗ്രഷൻ അല്ലെങ്കിൽ സിവിയർ ഡിസീസിലേക്ക് പോകുന്നതിനെ തടയുന്നു നമ്മുടെ ആന്റിബോഡീസ്. ED-like ആന്റിബോഡീസ് നമ്മൾ ആ ഒരു ഡെങ്കിപ്പനിയിലേക്ക് പോകുന്നതിനെ തടയുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ക്ലാരിഫൈസ് വൈ ഡെവലപ്പിംഗ് എ യൂണിവേഴ്സൽ ഡെങ്കു വാക്സിൻ ഇസ് ചലഞ്ചിങ്.
അപ്പൊ ഇതിൽ പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സൽ ആയിട്ട് ഒരു ഡെങ്കു വാക്സിൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം കൊറോണ വാക്സിൻസ് പോലും നമ്മൾ ഡെവലപ്പ് ചെയ്ത സമയത്ത് കൊറോണ മ്യൂട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പൊ മ്യൂട്ടേഷൻസ് പലപ്പോഴും ഈ വാക്സിൻസിനെ ഓവർകം ചെയ്ത് വീണ്ടും നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും പല വാക്സിൻസും ഇൻഎഫക്റ്റീവ് ആയിരുന്നു. അതുപോലെ തന്നെയാണ് ഡെങ്കു ഫീവറിലാണെങ്കിലും. അപ്പൊ ഡെങ്കു വാക്സിൻസിലാണ് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഡെങ്കു വാക്സിൻസ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ചലഞ്ചിങ് ടാസ്ക് ആണ്. കാരണം എന്താണ്? Due to complex immune response and mechanisms like antibody dependent enhancement. That means, for example, നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ഡെങ്കു അണു കയറുകയാണ്, ഒരു ഡെങ്കിപ്പനിയുള്ളൊരാണ് കയറുകയാണെന്നുണ്ടെങ്കിൽ പോലും അതിനെതിരെയുള്ള ഒരു വാക്സിൻ സിസ്റ്റം ആയിരിക്കും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ വാക്സിൻസ് നമ്മൾ ആന്റിബോഡീസിനെ എന്ത് ചെയ്യും? ആന്റിബോഡീസിന് ജസ്റ്റ് എന്താണ് ഇൻഫർമേഷൻസ് പാസ് ചെയ്തിട്ട് ഈ ഒരു ഡെങ്കു അണുബാധേനെ പ്രതിരോധിക്കാൻ നമ്മൾ ആന്റിബോഡീസിനെ പഠിപ്പിക്കുകയാണ് ആക്ച്വലി വാക്സിൻസ് ചെയ്യുന്നത്. ബട്ട് പലപ്പോഴും ഈ ഡെങ്കു ഫീവറിന്റെ ഈ ഒരു വാക്സിൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു എന്ത് ചെയ്യും, ഇത് മ്യൂട്ടേറ്റ് ചെയ്യും, മറ്റൊരു രീതിയിലേക്ക് മാറും. മറ്റൊരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ വാക്സിൻസ് മനസ്സിലാവില്ല. ഓക്കെ, നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ഫോറിൻ പാത്തജൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാവില്ല. ഓട്ടോമാറ്റിക്കലി ഡെങ്കു ഫീവർ നമ്മുടെ ശരീരത്തിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനീഷ്യൽ ഇമ്മ്യൂണിറ്റി ഫ്രം ഫസ്റ്റ് ഇൻഫെക്ഷൻ, ഫസ്റ്റ് ഇൻഫെക്ഷനിൽ വരുന്ന ഫസ്റ്റ് ഇൻഫെക്ഷൻസിൽ നമ്മുടെ ആന്റിബോഡീസ് നല്ല രീതിയിൽ പ്രവർത്തിച്ചു. അതിനുശേഷം ദ സെയിം ആന്റിബോഡീസിന് എന്തായിട്ട് മാറും? അത് അടുത്ത പ്രാവശ്യം റീഇൻഫെക്ട് ചെയ്യുന്ന സമയത്ത് ഈ ആന്റിബോഡീസ് ആ വരുന്ന രോഗാണുക്കളെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ രോഗം കൂട്ടിക്കോളുന്നാണ് പറയുന്നത്. കാരണം ഒരു കോമൺലി ഒരു യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വാക്സിൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഡെങ്കു ഫീവറിന്റെ ഈ ഒരു വൈറസുകൾ മ്യൂട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സിംഗിൾ വൈറസ്, സിംഗിൾ വാക്സിനെ വെച്ചിട്ട് നമുക്ക് ഇതിനെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം ഡിഫറെന്റ് ഡെങ്കു സെറോടൈപ്സുകൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ED like antibodies, central discovery. Envelope dimmer epitope like antibodies were identified as crucial for providing broad cross stereotype community. അപ്പോൾ റീസെന്റ് ആയി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ED like antibodies അതായത് ഇനി ഡെങ്കു ഫീവർ, ഡെങ്കു വൈറസ് ഏത് രീതിയിലേക്കും മ്യൂട്ടേറ്റ് ചെയ്താൽ പോലും നമ്മൾ അതിനെ അറ്റാക്ക് ചെയ്യുന്ന ലെവലിലേക്കുള്ളൊരു ED like antibodies നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ആന്റിബോഡീസ് നമ്മൾ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഏകദേശം 42 to 65% വൈറസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ആന്റിബോഡീസിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഈ വൈറസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ 65% വരെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 41 to 75% ഓഫ് പ്രൊട്ടക്ഷൻ ആട്രിബ്യൂട്ടഡ് എഫ് പ്രോട്ടീൻ ബൈൻഡിങ് ആന്റിബോഡീസ്. ഇപ്പൊ നമ്മുടെ പ്രോട്ടീൻ ആക്ച്വലി ആന്റിബോഡീസ് പറയുന്നത് പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ് ആണ്. ഈ പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ് ആണ് നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ട്രിഗർ ചെയ്യുന്നത്. ഈ ഇമ്മ്യൂൺ സിസ്റ്റമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു ഫോറിൻ പാത്തജൻ നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ പുറത്തേക്ക് കളയാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ പൊടിയിലൂടെ ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോർമലി എന്ത് വരും, ജലദോഷം അല്ലേ, തീർച്ചയായിട്ടും വരും. അത് വരുന്നതിന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആക്ച്വലി നമ്മളത് കർബ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മുടെ ശരീരത്തിലേക്ക് തലച്ചോറിലേക്ക് കയറിയിരിക്കുന്ന പൊടിയെ മ്യൂക്കസ് കൊണ്ട് പുറത്തേക്ക് കളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബോഡീസ്. ഇതൊരു ആന്റിബോഡീസിന്റെ ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, അപ്പൊ ആ സമയത്തൊന്നും പോയിട്ട് നമ്മൾ മരുന്നുകളൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് 2 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ അകത്ത് കാര്യമായിട്ടുള്ള ആ ഒരു ഫോറിൻ പാത്തജൻ, ദാറ്റ് മീൻസ് പൊടിവെള്ളങ്ങൾ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതങ്ങ് സ്റ്റോപ്പ് ആയിക്കോളും. ഓക്കെ, then ED like antibodies are now considered as primary underlying determinant of broad cross reactive immunity against dengue. അപ്പോൾ ഈ ED like antibodies ഇനി ഡെങ്കു ഫീവർ അല്ലെങ്കിൽ ഡെങ്കു വൈറസ് ഏത് തരത്തിലേക്ക് മ്യൂട്ടേറ്റ് ചെയ്തോട്ടെ കുഴപ്പമില്ല, ഏതൊരു സെറോ ടൈപ്പിലേക്ക് വന്നാൽ പോലും അതിനൊക്കെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്കാണ് ഈ ഒരു പുതിയൊരു ആന്റിബോഡീസ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, disease burden and vaccine challenges. Dengue is a major public health concerns, especially in Southeast Asia, Africa and America. ഡെങ്കു എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ വലിയൊരു പബ്ലിക് ഹെൽത്ത് കൺസേൺ ആണ് നമ്മൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലോ ആഫ്രിക്കയിലോ അമേരിക്കയിലോ നോക്കി കഴിഞ്ഞാൽ. ബിക്കോസ് ഇത് വളരെ ലാർജ് പോപ്പുലേഷൻസിനെ വളരെ ഒരു ഹെൽത്ത് റിസ്കിലേക്ക് കൊണ്ടുപോവാണ്. എസ്പെഷ്യലി സോഷ്യോ എക്കണോമിക് ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ഇറ്റ് സ്പ്രെഡ്. അതായത് നമ്മുടെ എക്കണോമിക് കണ്ടീഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്ലൈമറ്റ് കണ്ടീഷൻസ് ആയിക്കോട്ടെ ഈ ഡെങ്കിപ്പനിയെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഡെങ്കിപ്പനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാക്ടേഴ്സ് ആണ്. യൂണിവേഴ്സൽ വാക്സിൻസ് ഫേസ് ഒബ്സ്റ്റക്കിൾസ് ലൈക്ക് AD ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ഡെങ്കു സെറോടൈപ്സ്. അതായത് യൂണിവേഴ്സൽ വാക്സിൻസുകൾ പലപ്പോഴും എന്താണ് എഫക്റ്റീവ് ആവുന്നില്ല. ബിക്കോസ് ഡെങ്കു സെറോടൈപ്സുകൾ ഏകദേശം 4ഓളം സ്ട്രെയിൻസിലാണ് ഡെങ്കിപ്പനി നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. 4 ടൈപ്പിലാണ് ഡെങ്കിപ്പനി വരുന്നത്. അപ്പൊ എല്ലാത്തിനെയും ഒരുപോലെ എന്താണ് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്സിൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നത്, യൂണിവേഴ്സൽ വാക്സിൻസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇനി സ്റ്റഡി ആൻഡ് ഡീറ്റെയിൽസ് ഫൈൻഡിങ്സ്. ദ കൊഹോർട്ട് സ്റ്റഡി ടുക്സ് പ്ലേസ് ഇൻ ഫിലിപ്പീൻസ് വിത്ത് മോർ ദാൻ 2900 ചിൽഡ്രൻസ് അനലൈസസ് ഇമ്മ്യൂൺ റെസ്പോൺസ് പോസ്റ്റ് വാക്സിനേഷൻ. അപ്പം ED like ആന്റിബോഡീസ് അതായത് 2900 ചിൽഡ്രൻസിലേക്ക് കൊടുത്തതിന് ശേഷം ഈ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്ത സമയത്ത് ഈ ആന്റിബോഡീസ് പ്രിവലന്റ് ആണ്. ദാറ്റ് മീൻസ് എസ്പെഷ്യലി ചിൽഡ്രൻസിലേക്ക് മൾട്ടിപ്പിൾ ഡെങ്കു സെറോടൈപ്സ് വന്നാൽ പോലും കുഴപ്പമൊന്നുമില്ല, ഈ ആന്റിബോഡീസ് അതിനൊക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ഒരു നല്ലൊരു ആന്റിബോഡി ആണെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ദീസ് ആന്റിബോഡീസ് വർ ലിങ്ക്ഡ് ടു പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഓൾ ഡെങ്കു സെറോടൈപ്സ് ആൻഡ് സിവിയർ ഡിസീസ്. അപ്പം ഈ ED like ആന്റിബോഡീസ് നിങ്ങളുടെ സയൻസ് ടെക്കിൽ
എസ്പെഷ്യലി പ്രിലിംസിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. വാക്സിൻസുകളോ കാര്യങ്ങളോ വരാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാം. സോ ED ലൈക്ക് ആന്റിബോഡീസ് എന്തിനാണ് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ആന്റിബോഡീസ് ഡെങ്കു ഫീവറിന്റെ എല്ലാ സെറോടൈപ്സിനെയും അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള എല്ലാ ഡിസീസിനെയും എന്താണ് പ്രൊട്ടക്ട് ചെയ്യും, അതിനെതിരെ പ്രൊട്ടക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. The broader implications: improved understanding may lead to more effective dengue vaccines and therapies. The study highlights the need for vaccine candidates targeting broadly neutralizing antibodies like ED, not just virus neutralizing of F protein bodies. Okay, so ഈ ഒരു കാര്യങ്ങൾ മാത്രം ആർട്ടിക്കിൾസ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സോ ഡീറ്റെയിൽ ആയിട്ട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നില്ല. മൂവിങ് ഓൺ ടു ഫൈനൽ ആർട്ടിക്കിൾ. വാട്ട് വിൽ ബി ദ ഇമ്പാക്ട് ഓഫ് ഗൂഗിൾ ആന്റി ട്രസ്റ്റ് കേസ്? അപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഗൂഗിളിന്റെ ഒരു ആന്റി ട്രസ്റ്റ്, അതായത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലേക്ക് ഗൂഗിളിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ് പറഞ്ഞത്? ഗൂഗിൾ ഒരു ഡോമിനന്റ് പൊസിഷൻ കീപ്പ് ചെയ്യാണ്. ദാറ്റ് മീൻസ് നമ്മളൊരു ആപ്ലിക്കേഷൻ, ഒരു ഇൻ ആപ്പ് പർച്ചേസ്, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റോറിൽ ആയിക്കോട്ടെ, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു എമൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പർച്ചേസിങ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഗ്ലോബൽ പ്ലേ ബില്ലിംഗ് സിസ്റ്റം GPBS വഴി മാത്രമാണ് ഈ ഒരു ബില്ലിംഗ് സിസ്റ്റം, അതായത് ഗൂഗിൾ അതായത് പ്ലേ സ്റ്റോറിലേക്ക് ഒരു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഡെവലപ്പർ അവരൊരു ആപ്ലിക്കേഷൻ X എന്ന് പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ വിൽക്കുന്നു. അത് മറ്റൊരു കസ്റ്റമർ വാങ്ങുന്നു. ഈ ഒരു കസ്റ്റമർ വാങ്ങുന്ന സമയത്ത് ഈ ഒരു പേയ്മെന്റ് പോകുന്നത് എങ്ങനെയാണ്? ഗൂഗിളിന്റെ തന്നെ GPBS എന്ന് പറഞ്ഞിരിക്കുന്ന സിസ്റ്റം വഴിയാണ് ഈ ഒരു കസ്റ്റമറിന് ഈ ഒരു ആപ്ലിക്കേഷൻ വാങ്ങാൻ പറ്റുന്നത്. അപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കസ്റ്റമർ മറ്റാരോ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ഒരു പ്രൊസീജിയേഴ്സ് മാത്രമാണ്, അല്ലെങ്കിൽ GPBS വഴി മാത്രമാണ് ഈ ഒരു ബില്ലിംഗ് സിസ്റ്റം കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പൊ ഇതിനെതിരെയായിരുന്നു എന്താണ് കോമ്പറ്റീഷൻ കമ്മീഷനിൽ ഗൂഗിളിനെതിരെ ഒരു കംപ്ലൈന്റ് പോയിട്ടുണ്ടായിരുന്നത്. ദാറ്റ് മീൻസ് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പേയ്മെന്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ പേയ്മെന്റ് സിസ്റ്റം അവർ കൊണ്ടുവരുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ കസ്റ്റമറിന് ഈ ഒരു GPBS ഉപയോഗിക്കേണ്ട മറ്റൊരു സിസ്റ്റത്തിലൂടെ പോകണം. അപ്പോൾ മറ്റൊരു പേയ്മെന്റ് സിസ്റ്റം വേറൊരു Y എന്ന് പറഞ്ഞിരിക്കുന്ന കമ്പനിയാണ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനിക്ക് വേണമെങ്കിൽ ആ ഒരു പേയ്മെന്റ് സിസ്റ്റം ഇതിനകത്തേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ആ ഒരു പേയ്മെന്റ് സിസ്റ്റം വഴി പോയാൽ മതി. ബട്ട് ഗൂഗിൾ ആരെയും സമ്മതിക്കുന്നില്ല. ഗൂഗിൾ പറയുന്നു നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഗൂഗിൾ ഫോഴ്സ് ആപ്പ് ഡെവലപ്പേഴ്സ് ടു യൂസ് ഗ്ലോബൽ പ്ലേ ബില്ലിംഗ് സിസ്റ്റം ഫോർ പെയ്ഡ് ആപ്പ് ആൻഡ് ഇൻ ആപ്പ് പർച്ചേസസ് റെസ്ട്രിക്റ്റിംഗ് ആൾട്ടർനേറ്റീവ് പേയ്മെന്റ് സൊല്യൂഷൻ സ്റ്റിഫ്ലിംഗ് കോമ്പറ്റീഷൻ. ഗൂഗിൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ ഒരു പേയ്മെന്റ് സിസ്റ്റത്തിലൂടെ മാത്രം പോയാൽ മതി, മറ്റാരുടെയും പേയ്മെന്റ് സിസ്റ്റത്തിലേക്ക് നിങ്ങൾ വരണ്ട, ഞങ്ങൾ ആരും ഇങ്ങോട്ടേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കോമ്പറ്റീഷന് എതിരെയുള്ള കാര്യമാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സ്റ്റഡീസ്, അപ്പം ഗൂഗിളിനെതിരെ നമ്മൾ സ്റ്റഡീസ് നടത്തിയ സമയത്ത് ഒരുപാട് ഫൈൻഡിങ്സ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെയൊക്കെ ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ ഫോൺ വാങ്ങുന്ന സമയത്ത് തന്നെ ഒരു പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസ് കാണാൻ പറ്റും അല്ലേ? മൊബൈൽ സ്യൂട്ട് ലൈക്ക് യൂട്യൂബ്, ക്രോം, പ്ലേ സ്റ്റോർ ഒക്കെ ഓൾറെഡി നിങ്ങളുടെ ആപ്ലിക്കേഷൻ അതിൽ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾഡ് ആയിട്ടായിരിക്കും നിങ്ങളിലേക്ക് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല. അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രൊട്ടക്റ്റഡ് ആയിട്ടായിരിക്കും നമ്മുടെ ഫോൺ പോലും പുറത്തേക്ക് ഇറങ്ങുന്നത് അല്ലെ? മൊബൈൽ ആൻഡ്രോയിഡ് ഫോൺസിലൊക്കെ. അപ്പോൾ മാനുഫാക്ചേഴ്സിനോട് പറയുകയാണ് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ വേണമെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചൈനീസ് ബിൽഡ് ആയിട്ടുള്ള മൊബൈൽ ഫോണൊക്കെ ആദ്യമായിട്ട് പർച്ചേസ് സമയത്ത് ഏകദേശം 10-100 ആപ്ലിക്കേഷൻ അതിനകത്തുണ്ടായിരിക്കും. ഒരാവശ്യമില്ലാത്ത ഒരുപാട് ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഗൂഗിളിന്റെ ഈ പ്രീ ഇൻസ്റ്റാളേഷൻ പ്രാക്ടീസസ് ആണെങ്കിൽ പോലും ഈ ഡിവൈസ് മാനുഫാക്ചേഴ്സ് എബിലിറ്റി ടു ചൂസ് ആൻഡ് പ്രൊമോട്ട് ആൾട്ടർനേറ്റീവ് ആപ്ലിക്കേഷൻ, അതായത് ഏതോ ഒരു കമ്പനിയാണ് മൊബൈൽ ഫോൺ മാനുഫാക്ചർ ചെയ്യുന്നത്, അവർ ആൻഡ്രോയിഡ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ബട്ട് ആൻഡ്രോയിഡ് സിസ്റ്റം നൽകുന്നത് ഗൂഗിൾ ആയിരിക്കും. ആൻഡ്രോയിഡ് സിസ്റ്റം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഗൂഗിൾ പറയുന്നത് ഞങ്ങളുടെ ഇത്തരം ആപ്ലിക്കേഷൻസ് നിങ്ങളുടെ ഫോണിൽ ഉണ്ടായിരിക്കണം എന്നല്ലെങ്കിൽ ഞങ്ങൾ നൽകുന്നില്ല എന്ന് പറയുന്നു. അപ്പം ഈ ഒരു ഫോൺ ഉണ്ടാക്കുന്ന മാനുഫാക്ചർക്ക് മറ്റൊരാളടുത്ത് പോയിട്ട് ഓക്കെ നിങ്ങളുടെ സിസ്റ്റം ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാം എന്ന് സമ്മതിക്കുന്നില്ല. നമുക്കറിയാം സിംബിയൻ എന്ന് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നോക്കിയന്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം iOS സിസ്റ്റം ഇറക്കിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള ഒരു കാര്യമാണ് അല്ലേ? അപ്പം ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ സമ്മതിക്കില്ല. ഗൂഗിൾ പറയുന്നു, ഗൂഗിൾ ഒരു ഡോമിനന്റ് പൊസിഷൻ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൂഗിൾ പറയുന്നത് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി, അതായത് മറ്റ് കോമ്പറ്റീറ്റേഴ്സിനെ കൊണ്ടുവരാൻ ആരും സമ്മതിക്കുന്നില്ല, ഗൂഗിൾ സമ്മതിക്കുന്നില്ല. ദീസ് പ്രാക്ടീസസ് ഹാംഡ് കൺസ്യൂമർ ചോയ്സ്, അതായത് കൺസ്യൂമേഴ്സിന് നമുക്ക് ചോയ്സ് നൽകുന്നില്ല അല്ലേ? ഇപ്പൊ നമുക്കൊരു ആപ്ലിക്കേഷൻ എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യണം? പ്ലേ സ്റ്റോറിൽ മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. കൺസ്യൂമേഴ്സിന് സിംഗിൾ ചോയ്സിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കുകയാണ് ഗൂഗിൾ. റെസ്ട്രിക്റ്റഡ് ഇന്നോവേഷൻസ്, പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ സമ്മതിക്കുന്നില്ല. അതുപോലെ തന്നെ സപ്രസ്ഡ് മാർക്കറ്റ് ആക്സസ്, നമുക്ക് മറ്റ് ആക്സസിലേക്ക് നമ്മുടെ ഫോൺ വഴി മറ്റു ആക്സസിൽ മാർക്കറ്റിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇവൻ തോ നമുക്കൊരു മറ്റൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ പോലും ഒരുപാട് പെർമിഷൻസ് ആവശ്യമായിട്ടുണ്ട് അല്ലേ? അപ്പം മറ്റ് ഡെവലപ്പേഴ്സിനെ ഈ ഒരു അംബിറ്റിലേക്ക് കൊണ്ടുവരാൻ ആരും സമ്മതിക്കുന്നില്ല, ഗൂഗിൾ സമ്മതിക്കുന്നില്ല എന്നാണ് പറയുന്നത്. NCLAT ജഡ്ജ്മെന്റ്, നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ, NCLAT നിങ്ങളെ ന്യൂസ് ഓഫ് ദ ഡേയിൽ വേണമെങ്കിൽ സെലക്ട് ചെയ്ത് വെക്കാം. നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ upheld the findings of abuse of dominance but reduced the final penalty. അതായത്
ഗൂഗിൾ ഈ ഡോമിനൻസ് കാണിക്കുന്നു എന്ന് നമ്മുടെ നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ഓൾറെഡി ഒരു പെനാൽറ്റി, ഒരു 936 കോടിയുടെ പെനാൽറ്റി ഗൂഗിളിന് വിധിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ആ ഒരു പെനാൽറ്റി വീണ്ടും കുറച്ച് 216 കോടിയിലേക്ക് എത്തി. അത് റീകാൽക്കുലേറ്റ് ചെയ്തു. അതായത് പ്ലേ സ്റ്റോറിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, റവന്യൂ ജനറേഷൻ ഒക്കെ ബേസ് ചെയ്തിട്ട് 216 കോടിയാണ് ഇപ്പോൾ പെനാൽറ്റി ഗൂഗിൾ അടക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത്. Okay, some remedial directions were set aside, focusing only on necessary corrective measures, mandating Google to allow alternative billing system and more developer freedom. That means ഗൂഗിളിനോട് പറയാണ് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരു ആൾട്ടർനേറ്റീവ് ബില്ലിംഗ് സിസ്റ്റം കൊണ്ടുവരണം. GPBS അല്ലാതെ മറ്റൊരു ബില്ലിംഗ് സിസ്റ്റം കൊണ്ടുവരും, അല്ലെങ്കിൽ കൂടുതൽ ഡെവലപ്പേഴ്സിന് ഫ്രീഡം നൽകാൻ ശ്രമിക്കും. ഇനി കീ റെമഡീസ് ആൻഡ് ചേഞ്ചസ് ഓർഡേഡ്. ഇപ്പൊ ഗൂഗിളിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്തൊക്കെ റെമഡീസുകളാണ്, എന്തൊക്കെ ചേഞ്ചസുകളാണ് കൊണ്ടുവരണം എന്നുള്ള ഗൂഗിളിനോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഗൂഗിൾ മസ്റ്റ് സീസ് മാൻഡേറ്ററി യൂസേജ് ഓഫ് GPBS. അതായത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ GPBS മാത്രമേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആദ്യം ഒഴിവാക്കി വെക്കാം. മറ്റ് ഡെവലപ്പേഴ്സും കൂടി അത് വന്നോട്ടെ. അലോ ഓപ്പൺ ആക്സസ് ഫോർ റൈവൽറി പേയ്മെന്റ് സർവീസ് പ്രൊവൈഡേഴ്സ്. മറ്റ് പേയ്മെന്റ് സർവീസ് പ്രൊവൈഡേഴ്സിനും കൂടി നിങ്ങൾ എന്ത് സർവീസുകൾ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഏരിയ കൊടുക്കുക. And stop imposing unfair conditions on app developers. The CCI, Competition Commission of India, and NCLAT both stressed on need for clearer, fairer policy framework in digital market competition. ഡിജിറ്റൽ മാർക്കറ്റിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഫെയർ ആയിട്ടുള്ള കോമ്പറ്റീഷൻ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഗൂഗിൾ ഒരു മോണോപ്പൊളി, ഗൂഗിൾ മാത്രമാണുള്ളത് എന്നുള്ളൊരു മോണോപ്പൊളി നിങ്ങൾ ഒഴിവാക്കണം എന്നാണ് ഗൂഗിളിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇനി വൈഡർ റാമിഫിക്കേഷൻ, കുറച്ചുകൂടി വൈഡർ ആയിട്ട് നമുക്ക് എന്തൊക്കെ ചേഞ്ച് കൊണ്ടുവരാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ the verdict is seen as major steps toward regulating big tech and preventing പ്രിസർവിംഗ് കോമ്പറ്റീഷൻ. അപ്പൊ ഈ ഒരു വെർഡിക്റ്റ് ഒരു വളരെ വലിയൊരു സ്റ്റെപ്പാണ്. എന്താണ്, ഈ ബിഗ് ടെക് ജയന്റുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പല ഏരിയാസിനകത്തേക്ക് മറ്റ് ആളുകളെ കൊണ്ടുവരിക, കോമ്പറ്റീഷൻ ഡെവലപ്പ് ചെയ്യുക. ഇമ്പാക്ടിങ് പോളിസീസ് ഓൺ പ്ലാറ്റ്ഫോം ഡോമിനൻസ്, ഡിജിറ്റൽ പേയ്മെന്റ്സ്, കൺസ്യൂമർ റൈറ്റ്സ്. അതായത് പല പോളിസികൾ പ്ലാറ്റ്ഫോം ഡോമിനൻസ് ഒഴിവാക്കുക. പ്ലേ സ്റ്റോർ അല്ല, നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷൻ, മറ്റൊരു ആപ്പ് പർച്ചേസ്, ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്യാം. ഡിജിറ്റൽ പേയ്മെന്റ്സുകൾ, അതുപോലെ തന്നെ കൺസ്യൂമർ റൈറ്റ്സുകൾ, ഇതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മറ്റ് കോമ്പറ്റീറ്റേഴ്സിനും കൂടി കൊണ്ടുവരാൻ ശ്രമിക്കാം. ദ ഓർഡർ സെറ്റ്സ് എ പ്രസിഡന്റ് ഫോർ ഇന്ത്യ ആൻഡ് അതർ ഡെവലപ്പിംഗ് എക്കണോമിക്സ് ചലഞ്ച് ഗ്ലോബൽ ടെക്നോളജി ജാൻസ് ത്രൂ റോബസ്റ്റ് ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. അപ്പം ഈ ഒരു ഓർഡർ ഇന്ത്യക്ക് ഒരു പുതിയൊരു സ്റ്റെപ്പ് നൽകിയിരിക്കുകയാണ്. ദാറ്റ് മീൻസ് എക്കണോമിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്ലോബൽ ടെക്നോളജി ജാൻസിനൊക്കെ ഈ ഒരു കോമ്പറ്റീഷൻസ് കൊണ്ടുവരാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ അവർക്ക് ഇടയിലൊക്കെ ഒരു കോമ്പറ്റീഷൻ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇനി പോളിസി ആൻഡ് ഗവേണൻസ് റിഫ്ലക്ഷൻ. ദ കേസ് ഹാസ് ആക്സലറേറ്റഡ് ഡിസ്ക്ലോഷർ on the proposed digital competition bill of 2024. 2024 നമ്മൾ പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലായിരുന്നു ഡിജിറ്റൽ കോമ്പറ്റീഷൻ ബിൽ. അപ്പം ഈ ഒരു കേസും കൂടി വന്ന ശേഷം നമ്മൾ ഈ ഒരു ബില്ലിനെ ആക്സിലേറ്റ് ചെയ്യണം. ഓക്കെ, ഈ ഒരു ബില്ല് നിങ്ങൾക്ക് എന്തായാലും ഇന്ത്യയിൽ ആവശ്യമായിട്ടുണ്ട്, എന്നാലും മാത്രമാണ് മറ്റ് ഡെവലപ്പേഴ്സ് നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യൂ എന്ന് പറയുന്നത്. വിച്ച് എയിംസ് ടു ഇൻട്രൊഡ്യൂസ് സ്ട്രിക്റ്റർ കൺട്രോൾ ഓൺ ആന്റി കോമ്പറ്റീറ്റീവ് പ്രാക്ടീസസ്, ex ante regulations and heavier penalties against digital monopolies. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ മോണോപ്പൊളി, ഇപ്പോൾ ഗൂഗിൾ പറയുന്നത് ഞങ്ങൾ മാത്രമാണ്, അങ്ങനെയുള്ള മോണോപോളീസുകൾ തകർക്കാനും അങ്ങനെ മോണോപ്പൊളി ചെയ്യുന്ന ആളുകൾക്കെതിരെ സ്ട്രിക്റ്റർ ആയിട്ടുള്ള ഹെവിയർ ആയിട്ടുള്ള പെനാൽറ്റി നൽകുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് സ്ട്രിക്റ്റർ ആയിട്ടുള്ള ഒരു ലോ ഫ്രെയിംവർക്ക് ആവശ്യമായിട്ടുണ്ട്. അതാണ് ഡിജിറ്റൽ കോമ്പറ്റീഷൻ ബിൽ ഓഫ് 2024. നിയമമായിട്ട് മാറിയിട്ടില്ല, നമ്മളൊരു പാർലമെന്റിൽ കിടക്കുകയാണ് ഒരു ബില്ലായിട്ട് മാത്രം. അപ്പോൾ ഈ ഒരു ബില്ല് ഉടനെ തന്നെ നിയമമാവണം. ഇത് നമുക്ക് ഈ ഒരു വെർഡിക്റ്റ് ഒക്കെ വന്നതിന് ശേഷം ഗൂഗിൾ ഇഷ്യൂ വന്ന സമയത്തൊക്കെ വീണ്ടും ചർച്ചയാവാൻ പോകുന്നൊരു കാര്യമാണ്. Okay, India's regulatory approach is shifting towards ensuring fair digital marketplaces with continuous and monitoring compliance. Okay, so ഇത്രയുമാണ് നമുക്ക് ആർട്ടിക്കിൾസ് നോക്കാനുള്ളത്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇതുമായി ബന്ധപ്പെട്ട നോട്ട് നിങ്ങൾ കമന്റ് ബോക്സിലുള്ള ഗൂഗിൾ ഡ്രൈവ് സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എനിവേ, താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.